2021 വിനോദസഞ്ചാര മേഖലയിലെ തൊഴിലാളികളുടെ ക്ഷേമനിധി ബിൽ ശ്രീ സജീവ് ജോസഫ് MLA നോട്ടീസ് നൽകിയത്. ശ്രീ സജീവ് ജോസഫ് 2024 ഒക്ടോബർ 10 ഈ ബില്ലിൻ്റെ അവതരണ അനുമതിക്കുള്ള ഉപക്ഷേപം അവതരിപ്പിക്കുകയും പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രിക്ക് വേണ്ടി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഉപക്ഷേപത്തെ എതിർക്കുകയും ചെയ്തിരുന്നു. ചർച്ച പൂർത്തിയാകാത്തതിനാൽ ശ്രീ സജീവ് ജോസഫിനെ ചർച്ച തുടരാവുന്നതാണ്. മന്ത്രിയില്ല, ബഹുമാനപ്പെട്ട മന്ത്രിയില്ല. മന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി പറയും. ചർച്ച തുടരാം. സർ, വിനോദസഞ്ചാര മേഖലയിലെ തൊഴിലാളികളുടെ ക്ഷേമനിധി ബില്ലിൻ്റെ അവതരണാനുമതിക്കുള്ള പ്രമേയത്തിൻ്റെ തുടർ ചർച്ചയ്ക്ക് അവസരം നൽകിയതിൽ സന്തോഷമുണ്ട്. സർ, ദൈവത്തിൻ്റെ സ്വന്തം നാടായി അറിയപ്പെടുന്ന കേരളത്തിൻ്റെ ടൂറിസം വിഭവശേഷിയുടെ അവിഭാജ്യ ഘടകമാണ് ടൂറിസം രംഗത്തെ നമ്മുടെ തൊഴിലാളികൾ. സർ, പ്രത്യക്ഷമായും പരോക്ഷമായും ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുന്ന മേഖല എന്നതുകൊണ്ട് മൾട്ടിപ്ലയർ എഫക്റ്റ് ഇൻ ടൂറിസം എന്ന തത്വം തന്നെ രൂപപ്പെട്ടിരിക്കുകയാണ്. സർ, ഈ തൊഴിൽ മേഖലയിലേക്ക് എത്തുന്ന ആയിരക്കണക്കിന് വരുന്ന ആളുകൾക്ക് പ്രോത്സാഹനവും സംരക്ഷണവും വേണ്ടത്ര ലഭിക്കാത്ത സാഹചര്യം വളരെ ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട്. സർ, ടൂറിസ്റ്റ് ഗൈഡുകൾ, ടൂർ ഓപ്പറേറ്റർമാർ, ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവർമാർ, ലൈഫ് ഗാർഡുമാർ, റിസോർട്ട്, ഹോം സ്റ്റേ, ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, ചെറുകിട ടൂറിസം സംരംഭങ്ങൾ, ഇത്തരങ്ങളിലുള്ള സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർ, അതുപോലെ തന്നെ ചെറുകിട ടൂറിസം സംരംഭങ്ങളെ ഒരു തൊഴിൽ മേഖലയായി സ്വീകരിച്ചവർ, അങ്ങനെ ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്ന 15 ലക്ഷത്തിലധികം വരുന്ന തൊഴിലാളികൾക്ക് ന്യായമായ വേതനമോ തൊഴിൽ സുരക്ഷയോ അവരുടെ ആശ്രിതർക്ക് ആരോഗ്യ പരിരക്ഷയോ ഇല്ലാത്ത മൂലം അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പരിഹരിക്കുന്നതിന് അവർക്ക് ആശ്വാസം നൽകുന്നതിന് ഒരു ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കേണ്ടതിന് വേണ്ടിയാണ് സർ ഈ ബില്ല് ഇവിടെ പ്രൈവറ്റ് ബില്ലായി കൊണ്ടുവന്നിരിക്കുന്നത്. സർ, ഇവിടെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ 5ാം ബഡ്ജറ്റ് പ്രസംഗത്തിൽ വിനോദസഞ്ചാര മേഖലയിൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും അത് യാഥാർത്ഥ്യമായിട്ടില്ല. സർ, വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ആ പ്രഖ്യാപനത്തിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് കൂടിയാണ് സർ ഈ ബില്ല് ഈ മഹനീയമായ സഭയിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത്. സർ, ഇവിടെ ഈ ബില്ലിലെ വ്യവസ്ഥ പ്രകാരം ടൂറിസം മേഖലയിൽ പ്രവർത്തിച്ച് 60 വയസ്സ് പൂർത്തിയായവർക്കും ശാരീരിക അവശത മൂലം തൊഴിൽ ചെയ്യാൻ സാധിക്കാത്തവർക്കും പെൻഷൻ ലഭ്യമാക്കുന്ന പ്രൊവിഷൻ ഉണ്ട്. സർ, ഈ ക്ഷേമനിധിയിൽ അംഗമായ സ്ത്രീ തൊഴിലാളികൾക്ക് പ്രസവാനുകൂല്യം ഉറപ്പാക്കാൻ സാധിക്കും. അംഗത്തിനും കുടുംബാംഗങ്ങൾക്കും ചികിത്സാ ആനുകൂല്യങ്ങളും മരണാനന്തര ചടങ്ങുകൾക്കുള്ള സഹായവും ഉറപ്പാക്കാൻ ഈ ബില്ലിലൂടെ സാധിക്കും. ക്ഷേമനിധിയിൽ നിന്നുള്ള പെൻഷന് കൃത്യമായ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നുണ്ട്. ഇൻഷുറൻസ് പരിരക്ഷ കൂടാതെ മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ് പോലുള്ള ക്ഷേമനിധിയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങൾ തൊഴിലാളികൾക്കും കുടുംബത്തിനും ഉറപ്പുവരുത്താൻ കഴിയുന്ന വിധത്തിലാണ് ഈ ബില്ലിലെ വ്യവസ്ഥകൾ ഇവിടെ നിർദ്ദേശിച്ചിരിക്കുന്നത്. സർ, ഈ കേരളത്തിലെ ഏറ്റവും സാധ്യതയുള്ള ഒരു മേഖല എന്ന നിലയിൽ ടൂറിസം മേഖലയെ വർത്തമാന കാലഘട്ടത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ സമീപിക്കേണ്ടതായിട്ടുണ്ട്. അതിനാവശ്യമായ ഒരു കർമ്മ പദ്ധതികൾ നമുക്ക് ആവിഷ്കരിക്കണം. പരമ്പരാഗത ശൈലിക്കപ്പുറം പ്രായോഗികമായിട്ടുള്ള നടപടികളാണ് നമുക്ക് ഈ കാര്യത്തിൽ സ്വീകരിക്കേണ്ടതായിട്ടുള്ളത്. സാറ്, ടൂറിസവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ഡൊമസ്റ്റിക് ടൂറിസം വല്ലാതെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുണ്ടറ, കൊല്ലം, മൺട്രോത്തുരുത്തൊക്കെ ഇന്ന് സിനിമാ ചിത്രീകരണങ്ങളുടെ ഇഷ്ട ലൊക്കേഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡെസ്റ്റിനേഷൻ ചലഞ്ച് ഉണ്ട്. അപ്പോൾ ആ ഡെസ്റ്റിനേഷൻ ചലഞ്ചിൽ ഇപ്പോൾ നമുക്ക് MLA-മാരുടെ ഫണ്ടും പഞ്ചായത്തിൻ്റെ ഫണ്ടും സർക്കാർ ഫണ്ടും ഉപയോഗിച്ചുകൊണ്ട് ടൂറിസം കേന്ദ്രങ്ങൾ വികസിപ്പിക്കാൻ കഴിയും. പക്ഷെ പലപ്പോഴും അതിന് നടപടിക്രമങ്ങളൊക്കെ ഒരുപാട് ഡിലേ ആകുന്നത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ടൂറിസം നിലവിലുള്ളത് കൂടാതെ പുതിയതായിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച്. ഇപ്പോൾ പെരുമ്പാവൂർക്ക് ഒത്തിരി ഏക്കർ കിടക്കുന്ന സ്ഥലം പാറമടകളുണ്ട്. പാറമടകളിൽ വെള്ളം കെട്ടി മനോഹരമായ പാറമടകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ചില സംവിധാനങ്ങൾ, വേസ്റ്റായി പോകുന്ന ഭൂമി, വേസ്റ്റായി പോകുന്ന പാറമടകൾ, ഇതെല്ലാം ടൂറിസത്തിന് സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. അത്തരം കാര്യങ്ങൾ കൂടി അങ്ങയുടെ ശ്രദ്ധയിൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടോ? സാർ, അങ്ങ് പറഞ്ഞ പോലെ ടൂറിസം മേഖലയിൽ 10 മിനിറ്റാണ് സമയം, 5 മിനിറ്റ് കൂടിയേ ഉള്ളൂ. നിരവധിയായിട്ടുള്ള ആളുകളുണ്ട്. മന്ത്രി കൂടി മറുപടി മേഖലയിൽ പണിയെടുക്കുന്ന ആളുകളാണ്.
പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യം അവർക്കൊരു രജിസ്ട്രേഷൻ ആവശ്യമുള്ളതല്ലേ. ഇപ്പോൾ ഡ്രൈവർമാരുടെ കാര്യം പറഞ്ഞു, അതുപോലെ ബാക്കി മേഖലയിൽ പണിയെടുക്കുന്ന ആളുകളുടെ കാര്യവും പറഞ്ഞു. അതേപോലെ ഈ 10 പേർക്ക് കൂടുതൽ ഒരു സ്ഥാപനത്തിൽ നിലവിൽ ജോലി ചെയ്യുവാണെങ്കിൽ അവർക്കെല്ലാം ESA ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്നുണ്ട്. അതുകൂടെ അങ്ങയുടെ ബില്ലിലുണ്ടോ എന്നാണ് എൻ്റെ ഒരു. സാറേ, നമ്മുടെ കേരളത്തിലേക്ക് ടൂറിസ്റ്റുകളെ ആകർഷിക്കുക എന്ന് വെച്ചാൽ നമുക്കൊരു പ്രത്യേകിച്ച് കേരളം നമുക്കൊരു ടൂറിസ്റ്റിൻ്റെ ഒരു മേഖലയാണ്. ഇപ്പോൾ ആലുവയിൽ തന്നെ നെടുമ്പാശ്ശേരി എയർപോർട്ടാണ് ആലുവ നിയോജകമണ്ഡലത്തിൽ. അപ്പോൾ ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും ടൂറിസ്റ്റുകൾ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പുതിയ പദ്ധതിക്ക് നമ്മൾ ഗവൺമെൻറ് മുമ്പിൽ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ആലുവ ദേശം കടവുണ്ട്. ആ ദേശം കടവിൽ നിന്നൊരു നമ്മളെ തൂക്കുപാലത്തിൽ ശിവരാത്രി മണപ്പുറത്ത് വന്നിട്ട് അവിടുന്ന് നേരെ ബോട്ടിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ സീറ്റ് ഫാം ഉണ്ട്. ആ സീറ്റ് ഫാമിൽ ചെന്ന് അവിടെയൊക്കെ കണ്ടതിന് ശേഷം അവിടുന്ന് വീണ്ടും ബോട്ടിൽ പരിന്തരാഞ്ച് മണപ്പുറം എന്ന് പറഞ്ഞ ഒരു പരിന്തരാഞ്ച് മണപ്പുറം ഉണ്ട് അവിടെ, ദ്വീപ് പോലെ. അവിടെ വന്ന് ഈ ടൂറിസ്റ്റുകൾ കണ്ടതിന് ശേഷം അവിടുന്ന് റോപ്പ് വേയിൽ നേരെ ആലുവ പെരുമ്പാവൂർ റൂട്ടിൽ ചെന്ന് ഇറങ്ങുന്ന ഒരു നല്ല പദ്ധതിയാണ്. അങ്ങനെയുള്ള പദ്ധതികൾ നമുക്കറിയാം ടൂറിസ്റ്റുകളെ കൂടുതൽ ആകർഷിക്കാൻ എയർപോർട്ടിൽ നിന്ന് വന്നിറങ്ങി അങ്ങനെ നല്ലൊരു ടൂറിസം മതി. പിന്നെ അതുകൊണ്ട് അങ്ങനെയുള്ള പദ്ധതികൾ നമുക്ക് ആവശ്യമല്ലേ എന്നാണ് എനിക്ക്. ബഹുമാനപ്പെട്ട സജീവ് ജോസഫ്, 4 മിനിറ്റാണ് സമയം. ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചോട്ടെ. നമ്മുടെ അനവധി സ്ഥലങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ നമുക്ക് വിദേശ രാജ്യത്ത് നോക്കി അറിയാം. ഇതേപോലത്തെ സ്ഥലങ്ങളാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ അതിലേക്ക് പെടുന്നില്ല. പ്രത്യേകിച്ച് ഞാൻ പറയും, എൻ്റെ മണ്ഡലത്തിൽ അയർക്കുന്നത്ത് തണ്ടോര എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആയിരക്കണക്കിന് ആൾക്കാരാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ സ്പോർട്സ് ടൂറിസം സെൻ്ററായിട്ടും അതേപോലെ തന്നെ ഒരു ടൂറിസം ഡെസ്റ്റിനേഷനായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനെക്കുറിച്ച്, അങ്ങനെയുള്ള സ്ഥലങ്ങളെ ഡെവലപ്പിനെ കുറിച്ച് എന്താണ് അങ്ങയുടെ അഭിപ്രായം? തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട അംഗങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ പരിഗണിക്കപ്പെടേണ്ടതാണ്. സർ, ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ശ്രീ വിഷ്ണുനാഥ് ഡെസ്റ്റിനേഷൻ ചലഞ്ചിനെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ഗ്രാമപഞ്ചായത്തുകൾ അക്കാര്യത്തിൽ മുൻകൈ എടുക്കുന്നുണ്ട്. പക്ഷേ പഞ്ചായത്തുകളുടെ ഫണ്ടിൻ്റെ കുറവും വരുമാനത്തിൻ്റെ കുറവും ഒക്കെ ആ പദ്ധതി മുന്നോട്ട് പോകുന്നതിൽ ഏറെ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. സാർ, ഡെസ്റ്റിനേഷൻ ചലഞ്ച് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അതാത് പ്രദേശങ്ങളിലെ താങ്കൾ ചർച്ച തുടരുന്നുണ്ടോ? ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഒരു ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു മറുപടി കൃത്യമായി മനസ്സിലാക്കാൻ ഇന്ന് സാധിക്കാത്തതുകൊണ്ട് തുടർ ചർച്ചയ്ക്ക് വെക്കുന്നത് നന്നായിരിക്കും. ഓക്കെ. ഇവിടെ ഡെസ്റ്റിനേഷൻ ചലഞ്ചിൽ ഈ ഏറ്റവും ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ടൂറിസം കേന്ദ്രങ്ങളെ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കാൻ കൂടി ഈ ചലഞ്ചിൻ്റെ ഭാഗമായി നമുക്ക് സാധിക്കണം. ചില പഞ്ചായത്തുകളിൽ പുതിയതായി ചില സ്പോട്ടുകൾ കണ്ടെത്തി അതിൻ്റെ അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടി തുച്ഛമായ തുക മാറ്റിവെക്കുമ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്ത നമ്മുടെ പദ്ധതികളെ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ അത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു പ്രായോഗികമായിട്ടുള്ള സമീപനമാണ് ഈ ഡെസ്റ്റിനേഷൻ ചലഞ്ചിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അംഗം ശ്രീ എൽദോസ് കുന്നപ്പള്ളി പറഞ്ഞ ഈ പാറമടകൾ വെള്ളക്കെട്ടുകൊണ്ട് ഒക്കെ ഉപയോഗശൂന്യമായി കിടക്കുന്ന പാറമടകൾ, തീർച്ചയായിട്ടും അവിടെ ടൂറിസം പദ്ധതികൾ നമുക്ക് ആവിഷ്കരിക്കാൻ സാധിക്കും. മറ്റ് പല സംസ്ഥാനങ്ങളിലും അത് വളരെ നന്നായി നടക്കുന്നുണ്ട്. അത് കേരളത്തിൽ നമുക്ക് തീർച്ചയായിട്ടും നടപ്പിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ച നമ്മുടെ രജിസ്ട്രേഷൻ നടപടികൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ മേഖലയിൽ എത്ര പേർ ജോലി ചെയ്യുന്നു എന്നതിനെ സംബന്ധിച്ചോ ഏതൊക്കെയാണോ നമ്മുടെ സംരംഭങ്ങൾ എന്നതിനെ സംബന്ധിച്ചോ കൃത്യമായി ഒരു വ്യക്തതയില്ല. അപ്പോൾ അത് സംബന്ധിച്ച് നമുക്കൊരു വ്യക്തത നമുക്ക് കൈവരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി എൻ്റെ ഒരു നിർദ്ദേശം ബഹുമാനപ്പെട്ട മന്ത്രി സജീവമായി പരിഗണിക്കണമെന്ന് ഞാനത് അഭ്യർത്ഥിക്കുകയാണ്. നമുക്കൊരു കേരള ടൂറിസം സർവീസ് പ്രൊവൈഡേഴ്സ് പോർട്ടൽ തന്നെ നമുക്ക് ആരംഭിക്കാൻ സാധിച്ചാൽ അത് വളരെ ഗുണകരമാകും. ഇതിൽ കേരളത്തിലെ ടൂറിസം തുടർ ചർച്ചയ്ക്ക് വേണ്ടി വയ്ക്കുകയാണല്ലോ, മാറ്റി വയ്ക്കുകയാണല്ലോ തുടർ ചർച്ച. അല്ല, മന്ത്രി മറുപടി തുടർ ചർച്ചയ്ക്ക് വേണ്ടി മാറ്റി വയ്ക്കല്ലേ? തുടർ ചർച്ചയല്ലേ? 2 മിനിറ്റ് കിട്ടിയാൽ അവസാനിപ്പിക്കും. ഓക്കെ. 12:30 താങ്കളുടെ സമയം കഴിഞ്ഞു. ഓക്കെ, ഞാനൊരു 2 മിനിറ്റ് അല്ല, പ്ലീസ്. 12:30 അവസാനിക്കണം. അതുകൊണ്ടാണ് ഞാൻ തുടർ ചർച്ചയുണ്ടല്ലോ. തുടർ ചർച്ച